ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. 21/11/2024 വ്യാഴാഴ്ച 23,346 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി പിറ്റേ ദിവസം 22/11/2024 ഓപ്പൺ ആയത് ഒരു 65ഓളം പോയിന്റ് ഗ്യാപ്പ് അപ്പിലാണ് 23,411 എന്ന ലെവലിൽ. അന്ന് ഭീകരമായ മൂവ്മെൻ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഏതാണ്ട് 600 പോയിന്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻ്റാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും എന്നായിരുന്നു ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 23,519. ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ഇവിടെ ഓപ്പൺ ആയെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ സൈഡിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ സെല്ലിങ്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ വേഗം അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ തരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ആദ്യമേ തന്നെ ഈ ലെവലിലുള്ള ഒരു ടാർഗറ്റ് എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ അത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് പിന്നെയും പോസിറ്റീവ് ട്രേഡ്. അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ടാർഗറ്റായി പ്രതീക്ഷിക്കാം. എന്നാൽ അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് വളരെ ക്ലീനായി തന്നു. പിന്നെയും അല്പനേരം ടൈം എടുത്തുകൊണ്ടതായിരുന്നു പിന്നീടുള്ള ഒരു ഡിക്ലൈൻ. എന്നാൽ അതും കൃത്യമായ സപ്പോർട്ട് ലെവലിൽ വന്നുകൊണ്ട് റിവേഴ്സ് തരികയായിരുന്നു. ഒരു ട്രെൻഡ് ലൈൻ വരച്ച് അത് റിവേഴ്സിലാവുന്നതെങ്കിലും തിരിച്ചറിയാൻ ശ്രമിച്ചവർക്ക്, അത്രയെങ്കിലും ചാർട്ടിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കാൻ പഠിച്ചിട്ടുള്ളവർക്ക്, ശ്രമിച്ചിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ട്രേഡ് എടുക്കാൻ കഴിയുന്നതായിരുന്നു. പിന്നെ ഇവിടെ നിന്നും ജസ്റ്റ് ഒരു ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസും കൊടുത്ത് ഫോളോ ചെയ്താൽ മതിയായിരുന്നു. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാറി മാറി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ ട്രേഡ് വെറുതെ അവിടെ കിടന്നിരുന്നെങ്കിലും വൈകുന്നേരത്തേന് മാർക്കറ്റ് ക്ലോസ് ആകുമ്പോഴത്തേനും സാമാന്യം വലിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ ട്രേഡ് ചെയ്ത് വലിയ പ്രോഫിറ്റ് തന്നവരുമുണ്ട്. എന്നാൽ ഈ മൂവ്മെൻറ്റിനെ ഓരോന്നിനെയും, ഓരോ ഡിക്ലൈനുകളെയും വീണ്ടും റീ എൻറ്റർ ചെയ്ത് കോൾ സൈഡിലോട്ട് തന്നെ ട്രേഡ് ചെയ്ത് നല്ല പ്രോഫിറ്റ് തന്ന പി ആൻഡലുകളും ലഭിച്ചിരുന്നു. മറിച്ച് ഇതിനകത്ത് വേറെ ഒന്നും പറയാനുമില്ല. ഏതൊരാൾക്കും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന ഒരു ചിന്ത എങ്കിലും ഉദിച്ചവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം മാത്രമായിരുന്നു നമുക്ക് പിന്നിൽ കടന്നുപോയത്. അപ്പോൾ ഈ ലെവലുകളെ ഇന്ന്, അതായത് വെള്ളിയാഴ്ച നൽകിയ ഈ ഹൈലി ബുള്ളിഷായ ഈ മൂവ്മെൻറ്റ് ലെവലുകളെ, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് നാളത്തേക്ക് വേണ്ടി, അതായത് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാം. ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ 23,863 എന്ന ലെവലാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനു മുകളിലോട്ട് പ്രധാനമായി ആദ്യം ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് 24,106 തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലെവലുകൾക്കിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസായി 24,008 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസായി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലാണ് എങ്കിൽ പോലും ഇത് ഒരുപക്ഷെ 24,008 എന്ന ലെവലിന് മുകളിൽ കാണിച്ചതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ, ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ കയറി ക്ലോസ് ആയാൽ വീണ്ടും ഡിക്ലൈൻ കിട്ടിയേക്കാം. അപ്പോഴും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോഴ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ വീണ്ടും ക്ലോസ് ആയി കിട്ടുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം അത്രയും വലിയൊരു മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനോട്ട് ലഭിച്ചു എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും അതുപോലെ തന്നെ ലഭിച്ചോളണമെന്നില്ല. എങ്കിലും ഒരു അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രെൻഡ് ഒന്ന് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന സെല്ലിംഗ് ഡയറക്ഷൻ മാറി ഒന്ന് ബുള്ളിഷ് ആകാനുള്ള ഒരു സിംറ്റം ആണെങ്കിൽ ഈ തരത്തിലൊരു മൂവ്മെൻറ്റ് ലഭിച്ചേക്കാം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുകയോ ഇതിന് താഴെ ബ്രേക്ക് ചെയ്യുകയോ ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പതിയെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ 23,656 എന്ന ലെവലിന് താഴെ ക്ലോസ് ചെയ്യണം. തുടർന്ന് ഈ ലെവലുകൾ അങ്ങനെ ഡൗൺ സൈഡിലോട്ട് പ്രൈസ് വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് 23,361 എന്ന ലെവൽ. എന്നാൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രേഖപ്പെടുത്തിയ ഈ ലെവലിന് താഴെ വീണ്ടും പ്രൈസ് ക്ലോസ് ചെയ്യുന്നു ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലെങ്കിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷനോട്ട് തന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. 51,034 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 51,757 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ 51,469 എന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 51,469 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ലെവൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 54,757, 52,000, 52,180 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവൽ. എന്നാൽ 50,376 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ലെവലിന് താഴെയൊക്കെ പ്രൈസ് കാണിച്ചാൽ പോലും വീണ്ടും പ്രൈസിന് ഒരു പുതിയ ഉയരം വെള്ളിയാഴ്ചത്തതിനെ അപേക്ഷിച്ച് ഉയരം തരാൻ കഴിയുന്നതാണ്. കാരണം ഈ ലെവലെല്ലാം അല്പം സപ്പോർട്ടായി പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു വീക്ക് എന്ന് തോന്നണമെങ്കിൽ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്യേണ്ടതാണ്. തുടർന്ന് കിട്ടുമ്പോൾ ഒരു കാരണവശാലും പുതിയ ഒരു ഉയരം ഡേയ്സ് ഹൈ തരാനും പാടില്ല. അങ്ങനെയാണ് ഒരു നമ്മളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുക. 78,893 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 80,307 എന്ന ലെവലാണ് സെൻസെക്സിലെ ആദ്യമായി ലഭിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 79,562, 79,829, 80,102 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ കൃത്യമായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 79,562 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് 79,829 എന്ന ലെവൽ കിട്ടാം. അങ്ങനെ അതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം.
പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ക്ലോസ് ആവുക, ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ എന്നുള്ളതാണ്. അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 78, 129, 77, 718 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ 77, 220 അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. ഇനിയും പ്രൈസ് ഡിക്ലൈൻ വീക്ക് ആവണമെങ്കിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഈ ലെവലിന് താഴെ 76,799 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് നടക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി 3 ഇൻഡെക്സുകളിലെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, എൻ്റെ ട്രേഡിംഗ് ലെവലുകൾ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് ഇത്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല, എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ യാതൊരു കാരണവശാലും ഒരാളെയും ഇത് പ്രയോജനപ്പെടുത്താൻ നിർബന്ധിക്കുന്നതേയില്ല. അത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. എന്നാൽ നിങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്